TM ഹൈസ്കൂളിൽ നിന്നുള്ള വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. തിയോഫിൻ, രാവിലെ ആരംഭിച്ച പോളിംഗ് ഒരു ഉച്ചയോടുകൂടി വലിയ തരത്തിൽ പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം അല്പം മന്ദഗതിയിലായി എന്നാണ് നേരത്തെ നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും അതേ തരത്തിൽ വലിയ തരത്തിലുള്ള പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 6 മണി വരെയാണ്. ഇനിയിപ്പോൾ കേവലം 3 മണിക്കൂർ മാത്രമാണ് പോളിംഗ് അവസാനിക്കാനുള്ളത്. പരമാവധി വോട്ടർമാർ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു പോളിംഗ് ശതമാനം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 50%, ഉച്ചയോടുകൂടി 50% പോളിംഗ് ആയി എന്ന് പറയുന്നത് കനത്ത പോളിംഗ് എന്ന് തന്നെ പറയാൻ കഴിയുന്നുണ്ട്. ഏതായാലും മണ്ഡലത്തിലെ മുഴുവൻ പേരും വോട്ട് ചെയ്യുക. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇടത് പഞ്ചായത്തുകളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചേലക്കര പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും വലിയ നീണ്ട നിര അവിടെ കാണാൻ കഴിയുന്നുണ്ടോ തിയോഫിൻ? സിജു, തീർച്ചയായും മികച്ച രീതിയിൽ തന്നെ പോളിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മന്ദഗതിയിൽ പോളിംഗ് നടക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ചേലക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചെടുക്കുമ്പോൾ ചേലക്കര ഒരു നഗര സ്വഭാവമുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ചേലക്കര ടൗണിനുള്ളിലുള്ള ബൂത്തുകളിൽ പതുക്കെയാണ്, അതായത് പൊതുവേ നമ്മൾ സിറ്റികളിൽ കാണാറുള്ള രീതിയിലുള്ളൊരു പോളിങ്ങിൻ്റെ രീതിയാണ്, ആ ഒരു വേഗതയാണ് നമ്മൾ കാണാറുള്ളത്. രാവിലെ തിരക്കുണ്ടാകുന്നു, അതിനുശേഷം അല്പം കുറയുന്നു, വീണ്ടും അതിനിടയിൽ ഒരു മണിക്കൂറിലധികം സമയം വീണ്ടും മികച്ച പോളിംഗ് വരുന്നു. ഉച്ച മുതൽ ഒരു 2 മണി വരെയുള്ള സമയം ശരിക്ക് മന്ദഗതിയിൽ പോളിംഗ് നടക്കുന്ന ഒരു സമയമാണ്. നമ്മൾ അത് മാറി ഇനി തിരക്ക് വരുന്ന സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്പസമയത്തിനകം വീണ്ടും രാവിലെ കണ്ടതുപോലെ ഒരു നീണ്ട നിര നമ്മൾ ആ നിലയിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങും. കാരണം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞുള്ള ഒരു സമയം, അല്പം ചൂട് കൂടുതലാണ്. ഇന്ന് നല്ല വെയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്ക് ശേഷമാണ് ഇനി കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. രാവിലെ എത്താൻ കഴിയാതിരുന്നവർ. അത്തരത്തിലൊരു പോളിംഗ് രീതിയാണ്, ആ പാറ്റേണാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ചേലക്കര മികച്ച രീതിയിൽ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള ഒരു സമയത്തിന് ഔദ്യോഗികമായി ലഭിക്കുന്ന ഒരു കണക്ക് പ്രകാരം 52% ഇതുവരെയുള്ള പോളിംഗ് എത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. മികച്ച രീതിയിൽ പോളിംഗ് നടക്കുന്നു. ചേലക്കര ഇതുവരെ കണ്ട, അല്ലെങ്കിൽ 96 മുതൽ ഈ ചേലക്കര മണ്ഡലം കണ്ട വികസന പ്രവർത്തനങ്ങൾ അവർ ഇടത് ജനപ്രതിനിധികളെയാണ് ഇവിടുന്ന് എന്നും പിന്തുണച്ചിട്ടുള്ളത്. ആ പ്രതിനിധികൾ, തങ്ങളെ പ്രതിനിധീകരിച്ചവർ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നേടിത്തന്നു, അതായത് വികസനം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. പക്ഷേ അത് മറച്ചുവെച്ച് അതിനിടയിൽ മറ്റ് പല വിഷയങ്ങളും കുത്തിത്തിരികെ ചർച്ചയുണ്ടാക്കാനൊക്കെ UDFും BJPയും ഒക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും ഇവിടെ വിലപ്പോയിട്ടില്ല. എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചുറച്ചിരിക്കുന്നു, പ്രദീപ് തന്നെയാകണം തങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ. കാരണം UR പ്രദീപിന് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനായി പര്യടനത്തിൻ്റെ ഭാഗമായി എല്ലായിടത്തും എത്തുമ്പോൾ തങ്ങളുടെ ജനപ്രതിനിധി ആണ്, അടുത്ത ജനപ്രതിനിധി UR പ്രദീപ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനി നടത്തി കിട്ടേണ്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഇതാണ് സാധിച്ചു തരേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ, ഇത്തരം ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളതെന്ന് ജനങ്ങൾ UR പ്രദീപിനോട് പറയുന്നൊരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും അത് ഇത്തവണത്തെ വോട്ടിങ്ങിലും നമുക്കത് എന്തായാലും അത് പ്രതീക്ഷിക്കാം. കാരണം പ്രചാരണത്തിലുടനീളം ഒരു മേൽക്കൈ UR പ്രദീപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ പല മാറ്റങ്ങൾ, മറിച്ചിലുകൾ വിമത സ്ഥാനാർത്ഥികൾ UDFിനുണ്ടായിരുന്നു. അത് UDFിനെ പ്രതിസന്ധിയിലാക്കി. പ്രചാരണത്തിൽ നേരിടേണ്ടി വന്ന പല പ്രതിസന്ധികളുണ്ട്. പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന ഭിന്നതകളുണ്ട്. ഇതെല്ലാം UDFിന് വലിയ പ്രതിസന്ധിയായിരുന്നു. ഇതിനിടയിലെല്ലാം യാതൊരു പ്രശ്നവുമില്ലാതെ, അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് UDFും BJPയും നടത്താൻ ശ്രമിച്ചിട്ട് പോലും ഇവിടെ ഒരു ക്ഷീണവും വന്നിട്ടില്ല. ചേലക്കര പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്